ഹായ്. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ചധികം ദിവസമായി ചാനലിൽ റെസിപ്പി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഈ ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുണ്ടാക്കാൻ അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസും അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. ഞാനിതിലേക്ക് ഒരു 7 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, അതായത് ബിരിയാണി കട്ടിലുള്ള പീസസാണ്. ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ചതച്ചത്. ഇത് ഓൾറെഡി ചതച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ ഇവിടെ മാറ്റി വെക്കാം. ഇനി ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നെയ്യും കൂടി ചേർക്കുകയാണെങ്കിൽ അത് നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. നല്ല കനം കുറച്ച് അരിഞ്ഞ സവാളയാണ് ഇത്. ഏകദേശം ഒരു 1.5 സവാളയുടെ അടുത്തുണ്ട്. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ചെയ്യണം, ഏകദേശം ഒരു നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ. സവാള ഒന്നും മുരിഞ്ഞ് ഇതുപോലൊരു ബ്രൗൺ കളറൊക്കെ ആയാൽ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് റൈസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള സവാളയിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ വീതം ചെറിയ ജീരകം, വലിയ ജീരകം, രണ്ട് ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പൂ, കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൈസസ് ഏകദേശം എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. സവാള മിക്സും ചിക്കനും കൂടി എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഈ അടച്ചു വെക്കുന്നതിന് മുമ്പ് ഒരു 2 കറുകയുടെ ഇലയും കൂടി ഇതിനകത്തേക്ക് ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ചിക്കൻ ഇപ്പം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചിക്കനും സവാളയുടെ മിക്സും ഒക്കെ കൂടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി സെയിം പാത്രത്തിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അരി ആ മസാലയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കുക. 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം, ഇരട്ടി വെള്ളം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. റൈസും നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മേലെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് ദമ്മിടാം. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറക്കുമ്പോൾ നല്ല മണം കിട്ടും. മണം മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഈ സാധനം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.